എൻ്റെ പേര് ടി.ജി. നാരായണൻ. ഞാൻ കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ CITU-വിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. എൻ്റെ കൂടെ നിൽക്കുന്നത് കുഞ്ഞഹമ്മദ്, യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ വരാനുണ്ടായ സാഹചര്യം വയനാട്ടിലുണ്ടായിട്ടുള്ള അതിരൂക്ഷമായ ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കെടുതികളും ആ കെടുതികളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയത്. സഹായമെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ട് തരത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു രണ്ട് തരത്തിലുള്ള പ്രവർത്തനവും ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ ക്യാമ്പിൽ കഴിയുന്ന സർവസ്വവും നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ ഉറ്റവരും ഉടയവരുമില്ലാതെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരെ അവരുടെ മുടി മുറിച്ചു കൊടുത്തും ഷേവ് ചെയ്തും അവരെ സുന്ദരന്മാരും സുന്ദരികളുമൊക്കെ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതിപ്പം ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ ക്യാമ്പ് ഇവിടെ ഇതൊരു ക്യാമ്പ് എന്നുള്ള നിലയ്ക്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ യൂണിയൻ്റെ പ്രവർത്തകരും പ്രധാന പ്രവർത്തകരും ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ ഈ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ ഇത് അടുത്ത മേപ്പാടിയിലുള്ള ക്യാമ്പിലേക്ക് പോകും. ഇവിടുത്തെ ഏതാണ്ട് തീരാറായി, മേപ്പാടി ക്യാമ്പിലേക്ക് പോകും. അപ്പോൾ ഇന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ ക്യാമ്പിൽ നിന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് അടുത്ത ബാച്ച് വരും. അടുത്ത ബാച്ച് വരുന്നത് അടുത്ത ജില്ലയിൽ നിന്നായിരിക്കും. അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള വോളണ്ടിയർമാരെ ഞങ്ങൾ ഇപ്പോൾ തന്നെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 200-ഓളം വോളണ്ടിയർമാരെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തിരിക്കുക. ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 10-15 പേരുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഒരു ദിവ്യകാരുണ്യ പ്രവർത്തനമായി ഞങ്ങൾ കാണുകയാണ്. ഞങ്ങൾ ഒരു പ്രതിഫലവും ഉദ്ദേശിച്ചിട്ടല്ല, ഒരു പ്രതിഫലവും ഇല്ല. ഞങ്ങൾ സേവനം എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യത്തിൽ വരുന്നതുകൊണ്ടാണ് ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ CITU മുൻകൈയെടുത്ത് ഈ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള സർവ്വ ഒത്താശകളും മന്ത്രി മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ CITU സംസ്ഥാന നേതാക്കൾ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ വേണ്ടത്ര പ്രചോദനങ്ങളും വയനാട്ടിൽ നല്ലവരായ ജനങ്ങളുടെയും ഇവിടുത്തെ വയനാട് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അതിൻ്റെ മറ്റ് ആളുകളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളൊന്നൊരു 9 മണിക്കൂടി എത്തി ഇവിടെ ഈ ചടങ്ങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് തീർന്നാൽ ഇവരുടെ ആവശ്യപ്രകാരം ഞങ്ങൾ മേപ്പാടിയിലേക്ക്. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ വർക്കേഴ്സ് യൂണിയൻ CITU-യുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്ന നമ്മളുടെ ഏട്ടനനുജന്മാരുടെ മുടി വെട്ടിക്കൊടുക്കാനാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്നും എത്തിച്ചേർന്നത് 11ഓളം ആളുകളാണ്. ഇന്ന് സരളാദേവി മെമ്മോറിയൽ ക്യാമ്പിലാണ് ഞങ്ങൾക്ക് ആദ്യം ഇതിന് അവസരം കിട്ടിയത്. അടുത്ത ഇത് മേപ്പാടിയിലേക്ക് പോവുകയാണ്.